തീർച്ചയായിട്ടും നാളെ UDF കൂടുന്നുണ്ടല്ലോ. UDF ഈ വിഷയം ഏറ്റെടുക്കും. ഇവരെ എക്സ്പോസ് ചെയ്തിട്ട് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് രണ്ടുപേരെയും എക്സ്പോസ് ചെയ്ത് തന്നെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. കഴിഞ്ഞതിൽ തന്നെ ഉന്നയിച്ചല്ലോ. അന്നേരം അവിടെ നിയമസഭയിൽ പോലും കള്ളം പറഞ്ഞല്ലോ, ഞങ്ങൾ അറിഞ്ഞില്ല, നമ്മൾ ഇതിനെ അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അനുവദിക്കത്തില്ലെന്ന് നിയമസഭയിൽ പറയുമ്പോഴാണ് ഇവിടെ പൈസ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത്, പണം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു ഭാഗത്ത്. അതല്ലേ ഇതിന്റെ വഞ്ചന. അറിഞ്ഞില്ല എന്ന് പറയുന്നവർ, അനുവദിക്കത്തില്ലെന്ന് പറയുന്നവർ, മറുഭാഗത്ത് എല്ലാ പക്ഷവും അനുവദിക്കത്തില്ലെങ്കിൽ നമ്മളിവിടെ കുറച്ചുപേര് ഇവിടെ സമരം ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പിന്മാറുമോ? ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ആക്ട് ചെയ്യണ്ടേ? എന്നേ വകുപ്പ് മന്ത്രി പോകണമായിരുന്നു. സംസ്ഥാനത്തിന്റെ ഒറ്റ സ്വരത്തിൽ ഇത് ഇത്ര ദോഷകരമാണ്, അനുവദിക്കില്ലെന്ന് പറയണമായിരുന്നു. മറ്റന്നാൾ ടെൻഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണോ ഇനി പോകാൻ പോകുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡിനെ കാണുന്ന ഒരു കാര്യം ഞങ്ങളെ ഇതുവരെ ആരും അറിയിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുവരെ അറിയിപ്പില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് പോലുള്ള പ്രശ്നമൊന്നും UDF ഇല്ലല്ലോ. UDFന്റെ ചരിത്രം ഫോളോ ചെയ്യുന്നവർക്ക് താരതമ്യേന ഇത്രയും പ്രശ്നരഹിതമായി പോയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 27 വർഷമായി UDFന്റെ ഭാഗമായിട്ട്. അന്നത്തേതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒറ്റപ്പെട്ട ചില സ്വരങ്ങൾ വരുന്നു. അതല്ലാത്ത പക്ഷം വളരെ താഴെ തട്ടിലോട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ഏതെങ്കിലും നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് അവസരം ഉണ്ടെങ്കിലും എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, 500 വോട്ട് തികച്ചു മറിക്കാൻ ഒരു നേതാവിനും പറ്റില്ല. കാരണം താഴെ തട്ടിലുള്ളവരുടെ വികാരം വ്യത്യസ്തമാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. അന്നേരം ഈ പറയുന്നവർ ഇതൊന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ ഒന്നും പ്രതികൂലമായി ബാധിക്കത്തില്ല. സ്വാഭാവികമായി അനയിക്കാമെന്നുള്ളൊരു സന്ദേശം അത് പൊതുസമൂഹത്തിന് അരോചകമായി തോന്നുകയാണ്. അത് ഒഴിവാക്കാൻ എല്ലാവരും പക്വത കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാരാന്ന് വെച്ചാൽ ഇതൊന്നും UDFനെ ബാധിക്കത്തില്ല. പക്ഷേ ഇവന്മാര് തമ്മിലടിക്കാരാന്നൊരു മെസ്സേജ് പോകുന്നത് നല്ലതല്ല, അത് ഒഴിവാക്കണം. എന്റെ അടുത്ത് ചോദിക്കുന്നത് എന്തിനാ? ഉണക്കുന്ന എള്ളെണ്ണയ്ക്ക് ആട്ടും കാഷ്ടം ഇട്ട് ഉണക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഇതിന്റെ ഭാഗമല്ലല്ലോ. നമ്മളൊരു ബിസിനസ് എന്നുള്ള നിലയിൽ അതിലേക്ക് ഇറങ്ങി. അത് സ്വാഭാവികമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ ഈ മാധ്യമങ്ങൾ വരുന്നത്. അവസാനം തിയേറ്ററിൽ ഇറങ്ങി ആ 2 മണിക്കൂർ ഈ സാധനം കൊള്ളാമെങ്കിൽ ആള് കയറും, സാധനം കൊള്ളത്തില്ലെങ്കിൽ ആള് കയറത്തില്ല. പിന്നെ അതിന്മേൽ കിടന്ന് ഈ ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്. ഓഫ് ദ റെക്കോർഡ് ഈ സിനിമാ മേഖല മാറിയിട്ടുണ്ട്. അത് തിരിച്ചറിയാതെ കിടന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളുടെ ഒരു സിനിമാരൻ ദാവീദ് ഇറങ്ങിയല്ലോ, ഇത് നല്ല സിനിമ എന്നല്ലാണ്ട് തോന്നുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കളക്ഷൻ ഒന്നും കയറുന്നില്ല. ഇപ്പൊ ആരും തിയേറ്ററിൽ വരുന്നില്ല. അപൂർവ സിനിമയ്ക്കാണ് വരുന്നത്. നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ അതൊന്നും അല്ല, സാധാ പഴയ രീതിയിലാണെങ്കിൽ അതൊന്നും അല്ല കിട്ടുന്നത്. നഷ്ടം വന്നില്ല. അതും അതർ റവന്യൂ ഉള്ളതുകൊണ്ട് നഷ്ടം വന്നില്ല. OTTയും സാറ്റലൈറ്റും മ്യൂസിക്കും എല്ലാം കൂടെ വലിയ എമൗണ്ട് പോയി, അതുകൊണ്ട് നഷ്ടം വന്നില്ല. രണ്ടാം ഭാഗമോ ഇല്ല, അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരാലോചനയുമില്ല. അതായത് ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായി മാറി. ആദ്യം തുടങ്ങിയപ്പോൾ അതുമായിട്ട് കുറച്ച് സമയം ചെലവഴിച്ചു എന്നല്ലാതെ അതും കുറച്ച്. പക്ഷെ ഇപ്പൊ പൂർണ്ണമായിട്ട് എനിക്ക് അതുമായിട്ട് യാതൊരു. പക്ഷെ രണ്ടാം ഭാഗം എന്നുള്ളത് ഇപ്പോൾ ആലോചനയിലില്ല എന്ന് തറപ്പിച്ചു. അത് വേണമെങ്കിൽ കൊടുത്തു.